സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മുടെ അതിഥി നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാർ, നമുക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. മുല്ലപ്പെരിയാർ പ്രത്യേകിച്ച് സാറിന് അറിയാമല്ലോ, ഒരു ഇത്തിരി കനത്തിലൊരു മഴ പെയ്താൽ ഉടനെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങ് ഇറങ്ങും. വലിയ നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഏതായാലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന ഈ വാർത്തകൾ ഒന്ന് പറയാമോ സാർ? ഏത് മഴക്കാലത്തും പ്രത്യേകിച്ച് മിഥുനം കർക്കിടക മാസത്തിലെ മഴ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അന്ന് പത്രങ്ങൾക്കും പിന്നീട് മാധ്യമങ്ങൾക്കും വലിയ തലക്കെട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു വാർത്തയാണിത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്താണ് ഈ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നത്. ശക്തമായ മഴയായിരിക്കും, അതിശക്തമായ മഴ വരുന്നത് കൊണ്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരും. അതൊരു 130 അടിയിലേക്കൊക്കെ മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ ആശങ്കയുമാകും. 130, 135 വരിക. 136 അടിയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. 136 അടിക്ക് മുകളിലേക്ക് അതിന്റെ വെള്ളം നമുക്ക് വിടാനൊക്കത്തില്ല. കാരണം ദുർബലമാണ്. അതിന്റെ ചരിത്രമൊക്കെ യുവദാസൻ അറിയാമല്ലോ. കാരണം ഏതാണ്ട് 50 വർഷത്തെ ആയുസിന് കണക്കാക്കിയിട്ട് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ നിർമ്മിച്ചതാണിത്. പക്ഷെ നിർമ്മിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് 125 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുഴപ്പവുമില്ല. സിമെന്റോ കമ്പിയോ കോൺക്രീറ്റോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്തിരിക്കുന്ന ഡാമാണ്. പഴയ കൺസ്ട്രക്ഷൻ ആണത്. സുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രം ഉപയോഗിച്ച് ചെയ്തതാണ്. ഒരു കുഴപ്പവുമില്ല. ബ്രിട്ടീഷുകാരൻ പണിഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആയുസിന്റെ വില ഒന്ന് പറഞ്ഞാൽ മതി. 50 വർഷത്തെ ആയുസ് പറഞ്ഞത് ഇപ്പൊ 125 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. പക്ഷെ വെള്ളത്തിന്റെ ലെവൽ നമുക്ക് ഉയർത്താൻ സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ 136 അടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ചില സാറ്റലൈറ്റുകൾ അത്തരം ചില മുന്നറിയിപ്പുകൾ, അമേരിക്കയുടെ സാറ്റലൈറ്റുകൾ അടക്കം ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് വലിയ ആശങ്ക വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മഴക്കാലത്ത് കേരളത്തിൽ വലിയ ആശങ്കയാണ്. ഈ സമയത്തൊക്കെ ശരിക്കും നല്ല മഴ പെയ്തിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ വലിയ ചർച്ചയാകേണ്ടതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നേരെ റിവേഴ്സ് ചർച്ചയാണ് ഇപ്പൊ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോഴ് ഈ പറഞ്ഞ സീസൺ എത്തി. മഴക്കാലമാണ്, വർഷകാലമാണ്. സീസൺ വന്നിട്ടും മുല്ലപ്പെരിയാറ് ഇപ്രാവശ്യം ചിത്രത്തിൽ നിറയുന്നത്, അതല്ലെങ്കിൽ വാർത്തകളിൽ നിറയുന്നത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുല്ലപ്പെരിയാറിൽ വെള്ളമില്ല. ഒന്നാലോചിച്ച് നോക്കിയ അവസ്ഥ. അതായത് 136 അടി 37 അടി തൊട്ട് തുടർന്ന് തമിഴ്നാട് പറയുന്ന 142 അടി വരെ ഉയർത്തിയിരുന്ന സ്ഥലത്ത് ആ സമയത്ത് 2 ബേബി ഡാമുകളും തുറന്നു വിട്ടിട്ട് വെള്ളം കണ്ടമാനം ഒഴുക്കി വിടേണ്ടി വരുന്നു. അങ്ങനെ ഒഴുക്കി വിടേണ്ട ഒരു സാഹചര്യത്തില് ഉണ്ടായിരുന്ന ഡാമിൽ ഇപ്പോൾ വെള്ളമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന കണക്ക് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഏതാണ്ട് 112.5 അടിയാണ് അവിടുത്തെ വെള്ളത്തിന്റെ ലെവല്. എന്ന് പറഞ്ഞാല് ഇനി അതിന്റെ അപകടാവസ്ഥയിലേക്ക് വരണമെങ്കിൽ തന്നെ എത്ര അടി വെള്ളം വേണം? പക്ഷെ മഴയില്ല. അതാണ് ഇപ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് കാലാവസ്ഥാ പ്രശ്നങ്ങൾ, എൽനിനോ പ്രതിഭാസം അടക്കമുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. നമ്മുടെ ഒരു ഡാമിലും വെള്ളമില്ല കേട്ടോ. ഒരു ഡാമിലും വർഷകാലത്ത് വേണ്ട അത്രയും ക്വാണ്ടിറ്റി വെള്ളം ഇപ്രാവശ്യം ഇടുക്കി അടക്കമുള്ള റിസർവോയറുകളിൽ വെള്ളമില്ല. അതുകൊണ്ടാണ് പവർ കട്ട് ഏർപ്പെടുത്തിയല്ലോ. വീണ്ടും ശക്തമായ പവർ കട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ പവർ കട്ടാണ്. 1 മണിക്കൂർ പവർ കട്ടാണ് കേരളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വല്ലാത്ത മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് മുല്ലപ്പെരിയാറിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതാണ് പയ്യപ്പദാസ് ഞങ്ങൾ ആദ്യം ചോദിച്ച ഈ വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ മുല്ലപ്പെരിയാറിൽ 112.5 അടി മാത്രമേ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു ജൂൺ പകുതിയൊക്കെ കഴിയുന്ന സമയത്ത് തമിഴ്നാടിന്റെ ഒരു പക്ഷെങ്കിൽ അവരുടെ ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെല്ലാം വന്നു നിന്ന് വലിയ പൂജയും ചടങ്ങുകളും ഒക്കെ നടത്തിയിട്ട് അവർ ഈ വെള്ളം വലിയ ആഘോഷപൂർവ്വമാണ് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ട് പോകുന്നത്. അതിന്റെ ആദ്യത്തെ ചാനൽ തുറക്കുന്നതൊക്കെ അങ്ങനെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പവിത്രമാണ്. അതിന്റെ പ്രാധാന്യം എന്താണെന്നും അറിയാം. നമ്മുടെ തമിഴ്നാടിന്റെ 5 ജില്ലകള്, നമ്മളെ കുമളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, ഇടുക്കിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് കമ്പം, തേനി, പെരിയകുളം,
അത് മധുര വരെ കടക്കുന്ന 5 ജില്ലകളെ കാർഷിക സമൃദ്ധി, അവിടുത്തെ പച്ചപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളമാണ്, നമ്മൾ തമ്പിടുന്ന് കൊടുക്കുന്ന വെള്ളമാണ്. എത്രയോ ടൺ കണക്കിനാണ് അല്ലേ, ടൺ കണക്കിന് പച്ചക്കറി, പഴങ്ങള്, മുന്തിരി, അതുപോലെ തെങ്ങ്, ഇതിനൊക്കെ ഒരു വലിയ കൃഷിയാണത്. അവിടുത്തെ ഒരു പിന്നെ കാർഷിക സമൃദ്ധി അറിയാവുന്നവർക്കറിയാം. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും മറ്റു ഇതുകളും വരുന്നതും തമിഴ്നാട്ടിൽ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്, മധുര വരെയുള്ള ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. പക്ഷെ ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്, വളരെയേറെ ആശങ്കപ്പെടുത്തുന്നതാണ്. കമ്പം തേനി ഭാഗത്തുള്ള ഏതാണ്ട് 1,00,000-ലധികം ഏക്കറിലെ കൃഷി ഭൂമി ഉണങ്ങിക്കിടക്കുന്നു എന്നാണ്. ആലോചിച്ച് നോക്കുക, അവിടുത്തെ കൃഷി അത്രയും ഭാഗത്തെ ഈ 2 സ്ഥലങ്ങളിലെ ഏതാണ്ട് 1,00,000-ലധികം കൃഷിഭൂമി ഉണങ്ങിക്കിടക്കുന്നു. അവരെ ശരിക്കും ഒരു ജൂൺ 15-ന് അവർ കൃഷി തുടങ്ങേണ്ടതാണ്. ഈ സമയത്ത് അതിനുവേണ്ടി നിലമൊക്കെ ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങളാണ്, ഒരുക്കി കിടക്കുന്ന നിലത്തിന്റെ ചിത്രങ്ങളാണ്, അവിടെ പാടശേഖരങ്ങളിലെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളമില്ല. തമിഴ്നാടിന്റെ ഏറ്റവും വലിയ സങ്കടം, അവരുടെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ സമയത്ത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ചെല്ലണം, വെള്ളം അവിടെ എത്തേണ്ടതുണ്ട് അവർക്ക്, എന്നെങ്കിലേ കൃഷി സാധ്യമാകുകയുള്ളൂ. പക്ഷെ കൊടുക്കാൻ വെള്ളമില്ല. എങ്ങനെ താഴോട്ട് ഒഴുക്കും വെള്ളം? നമുക്കിത് ഒഴുക്കി വിടാൻ പറ്റുന്നില്ല. മുല്ലപ്പെരിയാർ കിടക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇതിലാണ്. മുല്ലയാറും പെരിയാറും കൂടെ ചേർന്നിട്ട് തേക്കടി തടാകത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് ചെയ്തതാണിത്. വലിയ ദീർഘകാലത്തെ പാട്ട വ്യവസ്ഥയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് ചെറിയ പൈസ, വളരെ തുച്ഛമായ പൈസയെ നമ്മൾ മേടിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ അന്ന് നമുക്ക് ജലസമൃദ്ധമായിരുന്നു, കേരളം ജലസമൃദ്ധമായിരുന്നു. നമുക്ക് 44 നദികളുണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്നു, അന്ന് ഇഷ്ടംപോലെ വെള്ളം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തമിഴ്നാടിന് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വെള്ളം, മുല്ലപ്പെരിയാറിലെ വെള്ളം നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് പകരമായിട്ട് അവിടുത്തെ പച്ചക്കറി, നമുക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് കാലാകാലങ്ങളിൽ പിന്നെ ഏതാണ്ട് 70-കളിലൊക്കെ കണ്ടാണ് ഈ പാട്ടക്കരാറിനകത്ത് ഒരു ചെറിയ പുതുക്കലൊക്കെ ഉണ്ടായി, കുറച്ചുകൂടെ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊടുക്കുന്ന വെള്ളത്തിന്. പക്ഷെ അതൊന്നും മതിയാകുന്നതല്ല. പക്ഷെ നമുക്ക് ഈ വെള്ളം വേണ്ട, നമുക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ ആവശ്യം വലുതായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് കൊടുത്തത്. ഇപ്പൊ അത് വലിയ പ്രശ്നമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. കാരണം വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ജീവനാഡിയാണ്. ഇതിനുവേണ്ടി അവർ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 5 ജില്ലകളാണ് ഉണങ്ങാൻ പോകുന്നത്. ഉണങ്ങി വെള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൃഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താ? അതുകൊണ്ട് അയ്യപ്പദാസ് ഇപ്രാവശ്യം സംശയിച്ചോളൂ, ഇപ്രാവശ്യത്തെ ഓണത്തിന് പച്ചക്കറി വില എവിടെ പോയി നിൽക്കുമെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതായത് ജൂൺ 15-ന് ഇറക്കേണ്ട കൃഷി ഇന്നിപ്പോ ജൂലൈ 15 എത്തേണ്ട 1 മാസമായിരിക്കുന്നു. അവർക്ക് കൃഷി തുടങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓണമടക്കമുള്ള കാലങ്ങളിലേക്ക് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ വരാൻ പോകുന്ന ഒരവസ്ഥ അല്ലേ? ഒരു പക്ഷെങ്കില് നമ്മൾ പറയത്തില്ലേ, പച്ചക്കറിയും നമ്മൾ ആദ്യമൊക്കെ ചില പത്രങ്ങളുടെ ഹെഡിങ് കൊടുക്കുന്ന പച്ചക്കറിയും കഴിക്കുന്ന സ്ഥിതിയാണ്. വാഴയ്ക്ക മാത്രമല്ല, മറ്റു പച്ചക്കറികളും കഴിക്കും അയ്യപ്പദാസ്. ആ ഒരവസ്ഥയിലാണ്. ഇപ്പൊ മുട്ടയുടെ വില പോകുന്നത് കണ്ടില്ലേ? മുട്ട വില കയറി പോകുന്നത് കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ ഇവിടെ നാടൻ കോഴിമുട്ടയ്ക്കും താറാവിന്റെ മുട്ടയ്ക്കും ഒക്കെ ഏതാണ്ട് വലിയ വില എത്തിയിരിക്കുകയാണ്. ഇപ്പൊ 15 രൂപ 16 രൂപയാണ് മാർക്കറ്റിൽ താറാമുട്ടയുടെ വില വന്നിരിക്കുന്നത്. കോഴിമുട്ടയ്ക്കും അതുപോലെ കയറി വരികയാണ്. ഇനി അടുത്തത് പച്ചക്കറിയാണ്. പച്ചക്കറിയിലും ക്രമാതീതമായ ഒരു വർധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒന്നാമത് തമിഴ്നാട്ടിൽ ഒരു മഴ പെയ്തില്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിലെ കുത്തക കച്ചവടക്കാർ വില കൂട്ടും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഏതെങ്കിലും കുറച്ച് ഐറ്റങ്ങൾക്ക് വില കാത്തിടും, ബാക്കി ഐറ്റങ്ങൾക്ക് വലിയ വിലയായിരിക്കും. ഇപ്പൊ ഇഞ്ചിയുടെ വില ഇതുകൊണ്ട് ഒരു കൺട്രോളും ഇല്ലാതെ കയറി പോകുന്ന ഒരു സാധനമാണ്. അതുപോലെ തമിഴ്നാട്ടിൽ മധുര ഭാഗത്ത് നിന്ന് വരുന്നതാണ് മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത്. അതിന്റെ വിലയ്ക്ക് ഒരു നിശ്ചയവുമില്ല, ഒരു ധാരണയുമില്ല. ചിലപ്പോൾ ഇന്ന് 80 രൂപ കിലോയ്ക്കാണെങ്കിൽ നാളെ ചിലപ്പോൾ 200 രൂപയായിരിക്കും. ഇപ്പൊ സീസൺ നമ്മുടെ ഓണക്കാലമൊക്കെ വരുന്ന സമയത്ത് മുരിങ്ങയ്ക്കൊക്കെ വലിയ വില വരാം. അതുപോലെ തന്നെ നാളികേരം, കരിക്കിന്റെ ഒക്കെ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണ. ഇപ്പൊ അവര് തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്രയിലാണല്ലോ നമ്മുടെ കൂടുതലായിട്ട് ഈ നാടൻ ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ബ്രാൻഡ് വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട്. ഇപ്പൊ അറിയാം, നമ്മുടെ നാളികേരം ഉള്ളത് അതിനകത്തിലും കുറച്ചൊക്കെ നമ്മുടെ ഇതുണ്ട്. അതല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് വില കുറഞ്ഞ് കിട്ടുന്ന കൊപ്രയുണ്ട്. ആ കൊപ്ര ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ തെങ്ങുകളടക്കം കൃഷിക്ക് വ്യാപകമായ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. അത് ഇനി എപ്പോ ഇത് പരിഹരിക്കാനാണിത്? കാരണം മഴ പെയ്യണം. അപ്പോ ഇങ്ങനെ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണോ തമിഴ്നാട്ടിൽ? ഇങ്ങനെ ഈ പറയുന്ന കമ്പം, തേനി ഈ ഭാഗങ്ങളിലെ കൃഷിക്കൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണോ? മഴയുടെ ലഭ്യതക്കുറവ് തന്നെയാണോ? ആദ്യത്തെ തവണയാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്?
തീർച്ചയായിട്ടും എന്റെ ഒരു ഓർമ്മയിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല ജയപ്രകാശേ. ഉം, ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട് പിന്നെ ബോർഡർ ചേർന്നിരിക്കുന്ന ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിലെ വാർത്തകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടിരുന്ന ഒരാളാണ്. എന്റെ ഒരു ഓർമ്മയില് ഉം, ഈ ഉം, ജൂൺ ജൂലൈ മാസത്തിൽ ഇത്രയും ഭീകരമായിട്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നു പോയിട്ടില്ല. ഉം. കാരണം വെള്ളം കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മളൊന്ന് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അതെ, പക്ഷെ അതെ. വെള്ളത്തിന്റെ ലെവൽ 112 അടിയിലേക്ക് താഴുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു സംഭവമാണ്. എന്നാണ് എന്റെ ഒരു സബ്ജക്റ്റീവ് കറക്ഷൻ. ഞാനത് പറയുന്നത് വെച്ചാൽ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, ഞാനൊരു സംഭവം. വലിയ ഏതായാലും സാർ, സാഹചര്യമാണ്. ഇടുക്കിയിൽ വെള്ളമില്ലല്ലോ, ഇടുക്കി അതെ, റിസർവ് ഓയിലിൽ വെള്ളമില്ല. നമ്മൾ എങ്ങോട്ടാണ് ഏതായാലും സാർ പോകുന്നത് നമ്മൾ എന്നുള്ളത് വലിയ മനസ്സിലാക്കാനുള്ളൊരു ആശങ്കയിൽ. കാര്യം, നമ്മൾ അന്യ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നീ പറയുന്ന ഇടങ്ങളിൽ നിന്നാണ് നമ്മുടെ ഓണം ആഘോഷിക്കാൻ പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഓണം എന്ന് പറയുന്നത് ശരിക്കും മലയാളിക്കൊരു പച്ചക്കറിക്കുള്ള ലഭ്യത വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ, ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്? തീർച്ചയായിട്ടും നമ്മുടെ പച്ചക്കറിയെ ബാധിക്കും. അതുപോലെ തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന അവിടുത്തെ 5 ജില്ലകളിലെ കൃഷി തകർന്നു കഴിഞ്ഞാൽ കർഷകർ അടങ്ങിയിരിക്കും അവിടെ. കഴിഞ്ഞ ദിവസം അയ്യപ്പദാസ് കണ്ടില്ലേ, തമിഴ്നാട്ടിലെ ഉം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും തേക്കടി, ഇത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺട്രോൾ അങ്ങനെയാണ് കേട്ടോ, തമിഴ്നാടിനും കൺട്രോൾ ഉണ്ട്. അവരിവിടെ വന്ന് വലിയ സർവ്വമത പ്രാർത്ഥന നടന്ന അയ്യപ്പദാസ് ചിത്രങ്ങൾ കണ്ടില്ലേ. ഓ, 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 ഓ. മിനിയാന്ന് നമ്മുടെ ഈ തേക്കടി ഭാഗത്ത് വന്നിടത്ത് നദീജലത്തില് അവരെല്ലാ സമുദായക്കാരും ഉണ്ട്. ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അവിടുത്തെ എല്ലാ ജാതിക്കാരും, അവരുടെ നേതാക്കന്മാര്, ആത്മീയ ആചാര്യന്മാരെല്ലാരും കൂടെ, വലിയ മത നേതാക്കന്മാരൊക്കെ വന്നിരുന്ന് നമ്മുടെ തടാകത്തിന്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് പൂജ നടത്തുകയാണ്. അതെ, എങ്ങനെയെങ്കിലും വെള്ളം, അത് അവർക്കൊരു വിശ്വാസമാണ് കേട്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം അതെ, അവർക്കൊരു വലിയ വിശ്വാസമാണ്. അങ്ങനെ അതെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജലനിരപ്പ് ഉയരുമെന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ മഴ കിട്ടുമെന്നുള്ളത്. നമ്മൾ പുറത്തെന്തൊക്കെ പറയുമ്പോൾ നമുക്കെതിരെയൊക്കെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വെള്ളമില്ലെങ്കിൽ അതുപോലെ തന്നെ വൈദ്യുതി ഒരു പ്രശ്നമാണ്. അതെ, ഇവർക്ക് വൈദ്യുതിയും പ്രശ്നമാണ്. നമ്മുടെ ലോവർ പെരിയാറിൽ ഇവർക്ക് വൈദ്യുതി നിലയമുണ്ട്. നമ്മൾ ഈ വെള്ളം ഇവരെടുക്കുന്നതിന് മുമ്പ് തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് അവിടെ. അതും അയ്യപ്പദാസന്റെ കുമളിയിൽ നമ്മൾ താഴേക്ക് കമ്പഴത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവരുടെ ആ പവർ സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്, ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത്. അവിടത്തേക്ക് എന്ത് ചെയ്യും, വൈദ്യുതിയും പ്രശ്നമാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് വരാൻ പോകുന്നത് ഈ നമ്മുടെ വെള്ളം ഇവർ വൈഗാ നദി വഴി മധുരയിൽ എത്തിക്കുന്നുണ്ട് ഇപ്പോഴ്, കുടിവെള്ളത്തിന്റെ ഓ, ആവശ്യത്തിനായിട്ട്. നല്ല ശുദ്ധമായ ആ, ആ, വെള്ളമാണല്ലോ, ആ, അത് ആ, ആ, മധുരയിൽ ചെല്ലുന്നുണ്ട്. ഇപ്പൊ മധുരയിൽ ആ. നിന്ന് അവർ വലിയ ഒരു എക്സ്റ്റൻഷൻ, മധുര എക്സ്റ്റൻഷൻ തമിഴ്നാടിന്റെ ഏതാണ്ട് ഹൃദയഭാഗങ്ങളിലേക്കൊക്കെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ വെള്ളം നമ്മുടെ ഇതിനകത്തുണ്ട്. വൈഗയുടെ വെള്ളത്തിന് പുറമെ നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളം കൂടെ ചെല്ലുന്നത് കൊണ്ട് ഇഷ്ടം പോലെ വെള്ളമായിരുന്നു. അപ്പൊ നല്ല ശുദ്ധജലമാണ്. ഇതവരെ മധുരയിൽ നിന്ന് പിന്നെ തമിഴ്നാടിന്റെ അതർ ഭാഗങ്ങളിലേക്ക്, മറ്റു ഭാഗങ്ങളിലേക്ക് നീട്ടുകയായിരുന്നു. ഇപ്പൊ അവിടെയും പ്രശ്നം വരും, വൈഗയിലെ വെള്ളത്തിന്റെ പ്രശ്നം വരും. അത് മധുര വരെ കൊടുക്കാൻ തന്നെ വെള്ളത്തിന് ക്ഷാമം വരും. അവിടെ സാർ വെള്ളത്തിന് ഏതായാലും നിയന്ത്രണം നമ്മുടെ ഏർപ്പെടുത്തേണ്ടി വരും. സാർ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇതനുസരിച്ച് ഇപ്പൊ കർക്കിടക മാസം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മഴക്കാലം തീർന്നിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പൊ ഈ സീസൺ ഇങ്ങനല്ല അയ്യപ്പദാസ്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ മിഥുനമാസം കഴിഞ്ഞ മറ്റേന്നാൾ കർക്കിടക മാസം 1-ാം തീയതിയാണ്, 17-ാം തീയതി അല്ലേ. ഉം, ഉം. ഈ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ കാലാവസ്ഥയുടെ വലിയ മാറ്റം പല ശാസ്ത്രജ്ഞന്മാരും കൃത്യമായിട്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയില് നല്ല കുറവുണ്ടാവുന്നത്, ഇപ്പൊ ആദ്യം പറഞ്ഞത് 30%-ലേറെ കുറവുണ്ടാവുമെന്നാണ് എക്സ്പെർട്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് ശരിയായി തന്നെയാണ് വന്നത്. നമ്മളെ കർക്കിടക മാസി വരുന്ന മഴകളിൽ നമുക്കുണ്ടാകുന്ന കുറവ് 30% വരുമെന്ന് പറഞ്ഞു. ഇനി അത് മുന്നോട്ട് പോയാൽ എത്ര കണ്ട് പരിഹരിക്കപ്പെടാം, എത്ര കണ്ട് അല്ലെങ്കിൽ അത്രയും അതിശക്തമായ മഴ. പക്ഷെ അതിന്റെ ഒരു സൂചനകളോ പ്രവചനങ്ങളോ ഒന്നും ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വരുന്നില്ല. ഇതുവരെ വന്നിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അത് ഏതായാലും ഓണം സാർ വരികയാണ് നമുക്ക്, അയ്യപ്പദാസ്. അതെ സാർ, ഏതായാലും നമ്മുടെ സംസാരം നമ്മൾ നമുക്ക് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവസാനിപ്പിക്കാൻ, അതെ, നമ്മുടെ സംസാരം അവസാനിപ്പിക്കാറായി. അപ്പോൾ നമുക്ക് അറിയാനുള്ളത്, ഇനി തേക്കടിയിലുണ്ടായ പ്രാർത്ഥന പോലെ നമുക്കും പ്രാർത്ഥിക്കേണ്ടി വരും നല്ലൊരു മഴ കിട്ടാനായി എന്നാണോ? നമ്മൾ മാത്രം, തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മളും പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഓണം വലിയ ബുദ്ധിമുട്ടാകും, വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. പച്ചക്കറി ഇപ്പൊ തന്നെ മത്സ്യമാംസാദികളുടെ വില പോയിരിക്കുന്ന നമ്മൾ കണ്ടില്ലേ. ഈ 31 വരെ അതെ. ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് മത്സ്യത്തിന് നല്ല വിലയാണ്. മത്തിക്കൊക്കെ തന്നെ 300-400 രൂപയാണ് കിലോയ്ക്ക് വില വന്നിരിക്കുന്നത്. മാംസത്തിന്റെ വില അതേപോലെ തന്നെയാണ് വരും. ബീഫ് അടക്കമുള്ള വസ്തുക്കളുടെ വില അതേപോലെ തന്നെ ഉയർന്നിരിക്കുകയാണ്. ഏതായാലും സാർ, ഞാൻ നേരത്തെ പറഞ്ഞു. ഏതായാലും സാർ, നമുക്ക് ചെറിയൊരു മഴ പെയ്താൽ മുല്ലപ്പെരിയാർ ദാ പൊട്ടിപ്പോണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മൾ, അങ്ങനെ ഒരു സംഘം നിലവിൽ ഇപ്പം തന്നെ ഇവിടെ ഉണ്ട്. ഏതായാലും കിട്ടുമായിരുന്ന മഴ പോലും കിട്ടാതെ പോയി. ഇനിയിപ്പോൾ മഴയ്ക്ക് വേഴാമ്പൽ കാത്തിരിക്കുന്നതെന്ന് പറയുന്ന പോലെ കുറച്ചുകൂടെ മഴ കിട്ടിയാലേ
നമ്മുടെ എല്ലാ എന്താ പറയുക പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ എന്നൊക്കെ തന്നെ പറയാമല്ലോ സാർ. സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലാണ് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. അതെ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കും. തമിഴ്നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. നമ്മുടെ ഓണം വരുന്നു, ഓണത്തിനെ ബാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാകും എന്നുള്ളത്. അതെ, നമുക്ക് നോക്കാം. അതാണ് നമുക്ക് ആശങ്ക. അതാണ് അയ്യപ്പദാസ്, ഈ ഓണം കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവ് കഴിക്കുന്ന സമയം അതാണ്. സമൃദ്ധമായിട്ട് നമ്മൾ കഴിയേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് തീ വിലയാണ് വരുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും നമുക്ക് നോക്കാം സാർ. അതെ, നമുക്ക് കാത്തിരിക്കാം. നന്ദി, താങ്ക് യു സാർ, താങ്ക് യു.